ഹലോ ആൾ. ഇന്നപ്പം നമ്മളെല്ലാവരോടും ഒരു ലോങ് യാത്രയ്ക്ക് പോവുകയാണ്. ചേട്ടന്റെ കല്യാണമാണ് വരുന്നത്. അതിനുവേണ്ടി ചെക്കൻ വീട്ടുകാരും പെണ്ണു വീട്ടുകാരുടെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി കരുനാപ്പള്ളിയിൽ നിന്ന് നേരെ ട്രെയിൻ കയറി പാലക്കാടേക്ക് പോവുകയാണ്. പാലക്കാട് എന്ന് പറയുമ്പോൾ AR ഹാൻഡ്ലൂംസിലേക്കാണ് പോകുന്നത്. 10 മണി കഴിഞ്ഞപ്പോഴത്തേക്കും ട്രെയിൻ വന്നു. ട്രെയിനിൽ എല്ലാവർക്കും വേണ്ട സീറ്റൊക്കെ ബുക്ക് ചെയ്തേക്കുന്നുണ്ട്. നേരെ കയറി കിടന്ന് ഒറ്റ ഉറക്കം. 3 മണി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിലെത്തി. അവിടുന്ന് നേരെ പോയൊരു ഹോട്ടലിൽ റൂം കൊടുത്തു. റെയിൽവേ സ്റ്റേഷന് തൊട്ടടുത്ത് തന്നെയുള്ള ഹോട്ടൽ. റൂമൊക്കെ നല്ല വലിയ റൂമായിരുന്നു. നേരെ കയറി കിടന്ന് ഉറങ്ങി. രാവിലെ എഴുന്നേറ്റ് പുറത്തോട്ട് നോക്കുമ്പോൾ അടുത്ത് തന്നെ ഒരു പുഴയൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങൾ കുളിച്ച് സെറ്റായിട്ട് നേരെ ഫുഡ് അടിക്കാൻ ഇറങ്ങി. വരുന്നതിന് മുമ്പ് തന്നെ എല്ലാവർക്കും വേണ്ട ഫുഡൊക്കെ റെഡിയാക്കി പാക്ക് ചെയ്താ വന്നത്. ഇഡ്ഡലിയും ചമ്മന്തിയും അതൊക്കെ കഴിച്ചിട്ട് പർച്ചേസിങ്ങിനായിട്ട് കടയിലോട്ട് പോകാനായിട്ട് നേരെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലേക്ക് വിട്ടു. അവിടുന്ന് ബസ്സിൽ കയറി ഞങ്ങൾ യാത്ര തുടങ്ങി. കാഴ്ചകൾ കണ്ടും ബസ്സിലുള്ളവരോടൊക്കെ സംസാരിച്ചും അങ്ങനെ ഒരു മണിക്കൂർ കൊണ്ട് നമ്മൾ ലൊക്കേഷനിലെത്തി. ബസ്സിൽ നിന്ന് ഇറങ്ങാനായിരുന്നു പാട്. ബസ്സിലാന്ന് ഒടുക്കത്തെ തരം. എങ്ങനെയൊക്കെയോ എല്ലാവരും ബസ്സിൽ നിന്ന് ഇടിയും കൊണ്ട് പുറത്തിറങ്ങി. ബസ് ഇറങ്ങിയിട്ട് തൊട്ടു മുന്നിൽ തന്നെ ആയിരുന്നു നമ്മൾ തേടി വന്ന കട AR ഹാൻഡ്ലൂംസ്. പെണ്ണുങ്ങളെല്ലാരും പറഞ്ഞ് അകത്ത് വിട്ടിട്ട് ഞങ്ങൾ നേരെ അവിടുന്ന് ചായക്കടയിൽ പോയി. തൊട്ടടുത്തുള്ള കൂത്താമ്പള്ളി രതീഷിന്റെ കട. ചായ കുടിയൊക്കെ കഴിഞ്ഞ് നേരെ വന്ന് കടയിൽ കയറി. ആ സമയം പെണ്ണിനുള്ള സാരി നോക്കൽ നടക്കുന്നേ ഉള്ളൂ. ഇവിടെ കടയുടെ അകത്ത് ഫ്രണ്ടിൽ തന്നെ തുണി നെയ്യുന്ന മെഷീനും ഉണ്ട്. ഫസ്റ്റ് തന്നെ പെണ്ണിനുള്ള കല്യാണ സാരി അങ്ങ് എടുക്കാന്ന് കയറി. സാരിക്കൊക്കെ ഒരുപാട് സെലക്ഷൻ ഉണ്ട് ഇവിടെ. ഓരോരോ സാരി പിന്നെ എടുത്ത് ഉടുപ്പിച്ചൊക്കെ നോക്കി. അങ്ങനെ കുറച്ച് നേരത്തെ ചർച്ചയ്ക്കൊടുവിൽ ഒരു സാരി ഞങ്ങൾ സെലക്ട് ആക്കി. എന്നിട്ട് ഞങ്ങൾ അതിന്റെ പേയ്മെന്റ് ചെയ്യാൻ പോയി. പേയ്മെന്റ് ചെയ്താലേ സാരിയിലുള്ള ബാക്കി വർക്കൊക്കെ ചെയ്യും. 16,000 സാരി ആയിരുന്നു. ഡിസ്കൗണ്ട് ഒക്കെ കഴിഞ്ഞ് പേയ്മെന്റ് ചെയ്തപ്പോൾ കിട്ടിയ വില്ലാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ആണുങ്ങൾക്കുള്ള ഷർട്ട് എടുക്കാൻ പോയി. പെണ്ണുങ്ങൾ എല്ലാവരുടെ ബാക്കി സാരി എടുക്കാനും പോയി. അങ്ങനെ ഷർട്ട് ഇഷ്ടപ്പെട്ടതൊക്കെ ഞങ്ങൾ പറക്കിയെടുത്തു. ഷർട്ടൊക്കെ ഒരുപാട് പേർക്ക് വേണം. ഈ പറക്കിയെടുത്തതിൽ നിന്ന് വേണം ഇനി സെലക്ട് ചെയ്യാൻ. ഒരു സൈഡ് നോക്കി സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അടുത്ത സൈഡ് നോക്കാൻ വന്നു. ഒരുപാട് സെലക്ഷൻ ഉണ്ടല്ലോ. അങ്ങനെ കുറെ ഷർട്ട് സെലക്ട് ചെയ്തു. എന്നിട്ട് ഞങ്ങൾ അവർ സാരി സെലക്ട് ചെയ്യുന്നിടത്ത് വന്നു. ഈ കാണുന്ന ലിസ്റ്റും കൊണ്ടാണ് നാട്ടിൽ നിന്ന് ഡ്രസ്സ് എടുക്കാൻ വന്നത്. ഒരുപാട് സെലക്ഷൻ ഉണ്ടായിട്ട് പെട്ടെന്ന് ഓരോരുത്തർക്ക് വേണ്ട എടുക്കുന്നുണ്ട്. ഇവന്മാർ രണ്ട് ഞങ്ങളെ എന്തിനാ ഇവിടെ കൊണ്ടുവന്നതെന്ന് ആലോചിച്ച് ഇങ്ങനെ ഇരിപ്പാ. കുറെ നേരത്തെ തിരച്ചിലിന് ശേഷം വെള്ളം കുടിക്കാൻ വേണ്ടി ഞങ്ങൾ അതേ കടയിലേക്ക് തന്നെ വിട്ടു. നാരങ്ങ വെള്ളവും പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഉപ്പിട്ടൊരു നാരങ്ങ വെള്ളവും കുടിച്ച് നേരെ വീണ്ടും കടയിലേക്ക്. ഡ്രസ്സ് എടുപ്പ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഈ ലിസ്റ്റിൽ പേര് വിട്ടിയേക്കുന്നുണ്ട. അത്രയും പേർക്കുള്ള സാധനം നമ്മൾ എടുത്തു. ഇനിയും ഉണ്ട് കുറെ എടുക്കാൻ. ഉച്ചയായിട്ടും പകുതി പോലും ആയിട്ടില്ല ഡ്രസ്സ് എടുപ്പ്. ഇനി ഫുഡ് കഴിച്ചിട്ട് മതി ബാക്കി ഡ്രസ്സ് എടുപ്പ് എന്ന് പറഞ്ഞു നേരത്തെ പോയ കടയിലേക്ക് തന്നെ വീണ്ടും പോയി. ഊണോ ബിരിയാണി പൊറോട്ട ഓരോരുത്തരും അവരവർക്ക് വേണ്ട സാധനം പറഞ്ഞു വാങ്ങി കഴിക്കാൻ തുടങ്ങി. ഡ്രസ്സ് എടുപ്പിന്റെ ഫുൾ ചെലവും ചേട്ടൻ തന്നെ. അപ്പൊ ഞങ്ങൾ ഇനി ഫുഡൊക്കെ അടിച്ചിട്ട് ബാക്കി വീഡിയോ ഇനി പാർട്ട് 2 കാണാം. അപ്പം തിങ്ക് ഹാപ്പി ബി ഹാപ്പി ബൈ ബൈ ആൾ.